എല്ലാ പ്രിയപ്പെട്ടവർക്കും പോൾസ് മെസ്സേജസിലേക്ക് സ്വാഗതം. നാം കർത്താവിനെ അറിയാൻ ശ്രമിക്കുന്നത്, നാം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, നാം കർത്താവുമായുള്ള ബന്ധത്തിൽ വളർന്നു വരുന്നത് എല്ലാം ഒരു ലക്ഷ്യത്തിലാണ്. എന്താണ് ആ ലക്ഷ്യം? നമ്മുടെ കർത്താവ് വരും, കർത്താവിനോടൊപ്പം ചേരണം. അല്ലെങ്കിൽ ഇപ്രകാരം പറയാം, സ്വർഗത്തിൽ പോകണം. എന്തിനാ സ്വർഗത്തിൽ പോകുന്നേ? നരകത്തിൽ പോകാതിരിക്കാൻ. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ചേതോവികാരം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു ഭയമാണ്. അതായത്, ഞാൻ നശിച്ചുകൂടാ, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നെല്ലാം ഉള്ള ചിന്ത അതിൻ്റെ പിന്നിൽ നല്ലൊരു വിഭാഗം ആൾക്കാരെയും ഭരിക്കുന്നുണ്ട്. ഇതൊരു പരമാർത്ഥമായ സത്യമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവ ഉദ്ദേശം എന്താണ്? നാം പലപ്പോഴും കർത്താവ് വരാൻ പോകുന്നു, നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഓൾറെഡി കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് കഴിഞ്ഞു. യേശുക്രിസ്തുവിന് മഹത്വം. കർത്താവ് എന്ന് വരും എന്ന് ചിന്തിച്ചിരിക്കുന്നതിനു പകരം കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന സത്യത്തെ, സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ എന്ന സത്യത്തെ, മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന സത്യത്തെ നാം ഒന്ന് തിരിച്ചറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ കർത്തൃനാമത്തിൽ ചിന്തിച്ചു പോവുകയാണ്, ആശിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് കർത്താവിനെ കാണുവാൻ വേണ്ടിയല്ല കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ നിങ്ങൾക്കുള്ള ആയുസ് ചെറുതായാലും വലുതായാലും ആ ആയുസ് കർത്താവിനോടൊപ്പം കർത്താവിൽ വസിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ വേണ്ടിയാണ് എന്ന സത്യം ഒരു പ്രിയപ്പെട്ടവരും മറന്നു പോകരുത്. പല പ്രിയപ്പെട്ടവരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവ് വേഗം വരാൻ പോകുന്നു, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? താങ്കൾ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നെല്ലാം. വളരെ ക്രെഡിബിളായ ചോദ്യം തന്നെയാണത്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. നിങ്ങൾ ആ കർത്താവിനോടൊപ്പം വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ കർത്താവുമായിട്ട് ഒരു വ്യക്തിബന്ധം ശരിയായ രീതിയിൽ വചനപ്രകാരം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി മുതൽ നാം അത് കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ ആരും തന്നെ കർത്താവ് പോയി, ഇന്ന് നമ്മുടെ കൂടെ കർത്താവ് ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലല്ല അവർ ജീവിച്ചതും അവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞതും. അവർ പറഞ്ഞത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ആ കർത്താവ് തങ്ങളിൽ വസിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. വെള്ളിയും പൊന്നും എൻ്റെ പക്കൽ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പക്കൽ ഇല്ല, ഞങ്ങളുടെ പക്കലുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന വ്യക്തി വല്ലതും കിട്ടും എന്ന് കരുതി ഉറ്റുനോക്കിയപ്പോൾ, ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വാക്ക് അപ്പോസ്തലൻ പത്രോസ് അദ്ദേഹം കൂടെയുള്ള അപ്പോസ്തലനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ നോക്ക്, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക് എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആ മനുഷ്യൻ്റെ കാലും നെരിയാണിയും ഉറച്ചു. അവൻ ചാടി എഴുന്നേറ്റു, ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുക്രിസ്തുവിന് മഹത്വം. ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞത് എന്നെയോ നിങ്ങളെയോ അല്ലെങ്കിൽ അപ്പോസ്തലനെയോ നോക്കുവാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവനെ, കർത്താവ് വരും. നരകത്തിൽ പോകാതിരിക്കാൻ, എനിക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് ഒരു
ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനോടുകൂടെ ചേർന്നിരിക്കണം എന്നുള്ള ചിന്തയിൽ ആരും കർത്താവിനെ സ്വീകരിക്കരുത്. ദയവായി അങ്ങനെ ഒരു ചിന്തയിൽ ആരും ഇരിക്കരുത്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഇനി എല്ലാം ആയി എന്നുള്ള മനസ്സിൽ ആരും ഇരിക്കരുത്. ഞാൻ സ്നാനപ്പെട്ടല്ലോ, എല്ലാമായി, ഇനി ഞാൻ സ്വർഗത്തിൽ പോകും എന്ന ചിന്തയിലും ആരും ഇരിക്കരുത്. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇതൊരപേക്ഷയാണ്. നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട് എന്നും, നിങ്ങൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നും നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അത് എപ്രകാരം ഉറപ്പാക്കും? ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? വചനപ്രകാരം തൻ്റെ നടപ്പിനെ ആ വ്യക്തി ക്രമീകരിക്കുമ്പോഴാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, നാമും നമ്മുടെ കർത്താവുമായുള്ള നടപ്പ് നിർമ്മലമാക്കേണ്ടത്, നാം കർത്താവിൻ്റെ വിശുദ്ധീകരണം, കർത്താവ് നമ്മിൽ ജീവിക്കുന്നു എന്ന്, കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു എന്ന്, കർത്താവിൻ്റെ ആ വിശുദ്ധി, കർത്താവിൻ്റെ ആ പവിത്രത, കർത്താവിൻ്റെ ആ സ്നേഹം, കർത്താവിൻ്റെ ആ വിശുദ്ധി, വിശ്വാസം, ഇതെല്ലാം നാം ദൈനംദിന ജീവിതത്തിൽ വ്യക്തമായ നിലവാരത്തിൽ നാം അനുഭവിക്കാതിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നാം ഇതുവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. യേശുക്രിസ്തുവിന് മഹത്വം. കർത്താവ് വേഗം വരും, കർത്താവ് വേഗം വരും എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതുണ്ട്. സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി കർത്താവിനെ സ്വീകരിക്കരുതേ, കർത്താവിൽ വസിക്കുവാനായിട്ട്, കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കർത്താവിനെ സ്വീകരിക്കുന്നവർ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ ഒരു സന്ദേശമാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞത് 100% സത്യമാണ്. നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ കർത്താവിന് വേണ്ടി, നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ കർത്താവിനോട് കൂടെ, നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ കർത്താവ് നിങ്ങളിൽ ഉണ്ട്, നിങ്ങളും കർത്താവും ഒന്നാണ് എന്ന പരിപൂർണ ബോധ്യത്തിൽ, എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന ആ പരിപൂർണ ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കണം. അതാണ് കർത്താവ് എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് വരുവാൻ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്രിസ്തേശു മുഖാന്തരം സഹായിക്കട്ടെ. നിങ്ങളേവരും ആ സ്വർഗീയ പിതാവിൻ്റെ സന്തതികളായി തന്നെ നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഓർക്കുക, കർത്താവ് വേഗം വരും എന്ന് പറയുന്നതിനേക്കാളും നിങ്ങളുടെ ഉള്ളിൽ കർത്താവുണ്ട്. ആ കർത്താവിനെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കണം, ആ കർത്താവിൽ നിങ്ങൾ വസിക്കണം എന്നതിനാണ് പ്രാധാന്യം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ആ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ സ്ഥാനം ഉള്ളൂ. യേശുക്രിസ്തുവിന് മഹത്വം. അതിനായി തന്നെ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.